വെയില. ഓക്കെ ഓക്കെ. സൗദ മ്യൂട്ട് ചെയ്തോളൂ സൗദ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon, ma'am. സുഖായോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. സുഖായോ? സുഖായി വരുന്നേ ഉള്ളൂ. ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. ക്ഷീണം കാണുന്നുണ്ട് മുഖത്തൊക്കെ. മരുന്നുണ്ടായിരിക്കും, ആന്റിബയോട്ടിക് എടുക്കുന്നതിന്റെ ഒക്കെ ആയിരിക്കും. ക്ഷീണം തോന്നുന്ന പോലെ തോന്നുന്നുണ്ട്. അതോ ക്ഷീണമുണ്ടല്ലേ? ഞാൻ ഡ്രസ്സിന്റെ ഒന്നും അറിയില്ല, പക്ഷെ ഒരു ആദ്യത്തെ ഒരു ഫ്രഷ്നെസ് കാണില്ല. ഓക്കെ, നോ പ്രോബ്ലം, ഇറ്റ് വിൽ ബി ഓക്കെ. പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പെരുന്നാളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പുറത്ത് കൂടലൊന്നും സമ്മതിക്കൂലായിരുന്നു. എന്നാലും രാത്രിയിലൊക്കെ പോവായിരുന്നു. രാത്രിയൊക്കെ പകല് സമ്മതിക്കൂലായിരുന്നു, രാത്രി നമുക്ക് എപ്പോഴാണെങ്കിലും പോയായിരുന്നു. അതൊക്കെ പോയി എൻജോയ് ചെയ്തിരുന്നു. ഡെസേർട്ടിലൊക്കെ പോയിരുന്നു, ക്യാമ്പിങ്ങിനൊക്കെ പോയിരുന്നു. കുഴപ്പമില്ല. ദുബായിക്ക് വരുന്നുണ്ട്. വായോ വായോ. വായോ, എന്തായാലും വായോ. വിളിക്കുന്നുണ്ട്, നമ്പർ തരാ. ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാൻ 2 പ്രാവശ്യം ദുബായി പോയതാ. ശരി. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. എക്സാം നല്ല ഈസി ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. നല്ല പേടിയായിരുന്നു, എല്ലാ ടീച്ചേഴ്സും പറയുന്നോറും. പിന്നെ എന്നാലും ഞങ്ങൾ റിവിഷൻ എടുത്തിരുന്നു ക്ലാസ്. കുറച്ച് പിള്ളേര് എന്താ മോക്ക് ടെസ്റ്റ് ഒക്കെ കുറെ ചെയ്ത കാരണം ലാസ്റ്റ് മൊമെന്റില്, എന്നെയൊക്കെ സംബന്ധിച്ച് ലാസ്റ്റ് മൊമെന്റില് മോക്ക് ടെസ്റ്റ് മാത്രമേ നോക്കിയുള്ളൂ. ടെക്സ്റ്റ് ബുക്കേ വായിച്ചില്ല. കാരണം എനിക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ടെർമിനോളജി ഒക്കെ അവിടെ കയറി പിടിച്ചുള്ളൂ. ഇവിടെ കുറച്ചൊന്നും ജസ്റ്റ് വായിച്ചു പോയി, പക്ഷെ അത് മൈൻഡിൽ നിൽക്കണുണ്ടായിരുന്നില്ല. പക്ഷെ മോക്ക് ടെസ്റ്റ് വലിയ ഉപകാരമായിരുന്നു. അതിൽ തന്നെയായിരുന്നു മോസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ടെർമിനോളജി കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഇല്ല, അത് അറിയുന്നത് എങ്ങനെയെല്ലാം വന്ന് കുറച്ചേ ചോദിച്ചുള്ളൂ. 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അതെ. അതിൽ 6 മാർക്ക് ചെയ്യാൻ തന്നിട്ടില്ലല്ലോ മിസ്സേ, അതാണല്ലോ ചോദിച്ചത്. റൂൾസ് ഔട്ട് 6 ചോദിച്ചില്ലേ? 6 അത് മാർക്ക് ചെയ്തതിനകത്ത് ഇല്ലായിരുന്നു. ഞാൻ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് മോക്ക് ടെസ്റ്റിലും ഇല്ല. ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാനത് വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. മോക്ക് ടെസ്റ്റിലെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതില് ഉണ്ടോ റൂൾസ് ഔട്ട്? അതെ, ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ മോക്ക് ടെസ്റ്റ് പിടിച്ചത്. അപ്പൊ അങ്ങനെയല്ല, റിവിഷന് ടെർമിനോളജി കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ടെർമിനോളജി അങ്ങനെ ഒരു റിവൈസ് ചെയ്യേണ്ട ഒരു പാടല്ല. രമ്യ ചിരിക്കുന്നു. ടെർമിനോളജി ഞാൻ അങ്ങനെ ജസ്റ്റ് കുറെ ഉണ്ടായിരുന്നല്ലോ. ടെർമിനോളജിയുടെ തന്നെ 3 ടെസ്റ്റ് ഉണ്ടായിരുന്നു. അധികം കുഴപ്പിക്കാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മറ്റു പോർഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബാക്കി ടീച്ചേഴ്സിന്റെ കുഴപ്പമുണ്ടായിരുന്നില്ല. മറ്റേ സ്പില്ലേജിന്ന് കുറവായിരുന്നു ക്വസ്റ്റ്യൻസ്. മറ്റേ വേസ്റ്റ് സ്പില്ലേജ് അതൊരു പേടി പിടിച്ചൊരു ചാപ്റ്റർ ആയിരുന്നു. കുറവായി പോയത് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഉണ്ടായിരുന്നു. കുറച്ച് നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് കൊടുക്കാണ്ടിരുന്നു. ക്വസ്റ്റ്യൻ വന്നു.
അതിലെ ഫസ്റ്റ് ലൈൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഡൗട്ട് വെച്ചിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊക്കെ തെറ്റിട്ടുണ്ടാവാം. എന്നാലും പിന്നീട് വന്ന് എവിടെയെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഫസ്റ്റ് ലൈൻ എങ്ങാണ്ടാണ് അത് വരുന്നത് തന്നെ. അതെന്നെ ചോദിച്ചേക്കുന്നു. പ്രതീക്ഷിച്ചില്ലാത്തൊന്ന് ചോദിച്ചു. ഈ കെറ പിന്നെ WHO ഹോസ്പിറ്റലിനെ നിർവചിച്ച ഇയർ അതൊന്നും ഞാൻ വായിച്ചു പോയ കൂട്ടത്തിൽ അത്രയും സ്ട്രെസ് ചെയ്തില്ല. അതൊക്കെ അതന്നെ. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോളജ് വെച്ചിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്തേക്കണതാ. കേട്ടറിവും എന്നൊക്കെ പറഞ്ഞ മാതിരി. മാർക്ക് പബ്ലിഷ് ചെയ്തോ നിങ്ങളുടെ? ഇല്ല മാം കണ്ടിരുന്നോ മാർക്ക്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം അല്ലേ? അപ്പോ മൊഡ്യൂൾ 3 ആണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ PDF? മൊഡ്യൂൾ 3 ചാപ്റ്റർ 3 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ 3 തന്നെ ഒരുവിധം ലെങ്തി ചാപ്റ്റർ ആണ്. ഒരു 19 പേജ് ഉണ്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് തീരണേന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പിന്നെ എനിക്ക് 3 ക്ലാസ് ഉള്ളതുകൊണ്ട് ചിലപ്പോ പെട്ടെന്ന് തീരും, പറയാൻ പറ്റില്ല. 2 ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ 1 മാസം കൊണ്ടൊക്കെയാണ് തീർക്കുന്നത് സാധാരണ. ഞാൻ എടുത്തു വരുന്ന സ്റ്റൈലിനനുസരിച്ച് 1 മാസമൊക്കെയാണ് പിടിക്കുക. പക്ഷെ നിങ്ങൾക്ക് 3 ക്ലാസ് ഉള്ളതുകൊണ്ട് 1 മാസം ഒന്നും പിടിക്കില്ല എന്തായാലും. അതിനു മുമ്പ് തന്നെ നമുക്ക് തീർക്കാം. പിന്നെ കൂടുതലായിട്ട് തിയറി വൈസ് പോലെ, അതായത് കുറെ പാരാഗ്രാഫിൽ കുറെ അധികം കാര്യങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ ചാപ്റ്റർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ടേമിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു ബോധമുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കിടക്കാം. എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? സ്റ്റാഫിംഗ് എന്ന് പറയാം. നമ്മള് എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ കാണാറുണ്ടല്ലേ HR ഇല്ലേ? എല്ലാ ഓർഗനൈസേഷനിലും HR ഇല്ലേ? ഹോസ്പിറ്റലിലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ മൈക്ക് ഓഫ് ചെയ്യോട്ടോ. ഇപ്പൊ നിങ്ങള് ആ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യുക, മൈൻഡിൽ റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യുക കേട്ടോ, ആ ഫസ്റ്റ് പേജ് മൊത്തം. ഓക്കെ, റീഡ് ചെയ്തോളൂ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. Chapter 3, Human Resource Management. In order to achieve the organizational goals, which are most likely to be multiple, a well-run organization devises a set of rules, sometimes called policies, programs, rules, regulations, procedure or guidelines. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ ആളുകളെ ശ്രദ്ധാപൂർവം നിയന്ത്രിക്കുകയും അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യുന്ന പ്രോസസ് ആണെന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വ്യക്തി ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിന് എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ? ഇല്ലേ? എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ടാവില്ലേ ലക്ഷ്യങ്ങള്? ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്കൂൾ ആയിക്കോട്ടെ അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോ അത് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും അവരുടെ കഴിവുകൾ, അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കഴിവുകൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനത്തിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് പോളിസീസ് തയ്യാറാക്കണം, റൂൾസ് തയ്യാറാക്കണം, പ്രൊസീജിയേഴ്സ് റെഡിയാക്കണം. അപ്പൊ വെറുതെ കുറെ അധികം ആളുകൾ വന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതുപോലെ ചെയ്യണം, ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അല്ലെ? ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ വ്യക്തമായിട്ടുള്ള നയങ്ങൾ വേണം, പോളിസികൾ വേണം, അതുപോലെ നിയമങ്ങള്, റൂൾസ് വേണം, പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്താലാണ് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ ആദ്യത്തെ പാരഗ്രാഫ്? ഓക്കെ, അപ്പോ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ, മനുഷ്യ വിഭവശേഷിയെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ്, റെഗുലേഷൻ, പ്രൊസീജിയേഴ്സ് എന്നിവ ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലോട്ട് പോവാം. 4 types of resources in an organization are money, material, machinery, fixed asset, and men, human resources. An organization cannot accomplish their objectives without the human efforts. Managing the human component is the pivotal and the most important task because all else depends on how well it is done. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് 4 ടൈപ്പ് റിസോഴ്സസ് ആണ് ഉള്ളത്. 4 ടൈപ്പ് റിസോഴ്സസ്. ഏതൊക്കെയാണ് ആ 4 ടൈപ്പ് റിസോഴ്സസ്? 1 മണിയാണ്, 2 മെറ്റീരിയൽ, 3 മെഷീനറി, പിന്നെ 1 മാൻ. ഒരു ഓർഗനൈസേഷനിൽ നിർബന്ധമായിട്ടും ഈ 4 തരത്തിലുള്ള കമ്പോണന്റുകൾ ഉണ്ടാകണം. ഈ കമ്പോണന്റുകൾ കൂടിയിട്ടാണ് ഒരു ഓർഗനൈസേഷന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലൊന്നാണ് മണി. പണം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഓർഗനൈസേഷനും പ്രവർത്തിക്കാനായിട്ട് പറ്റൂ അല്ലെ? നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിക്കാനും ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് വേണം? പണം വേണ്ടേ? പണമില്ലാതെ ഈ ലോകത്ത് എന്തെങ്കിലും നടക്കോ? ഒന്നും നടക്കില്ല അല്ലെ? അപ്പൊ മണി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസോഴ്സ് ആണ്. പിന്നെ മെറ്റീരിയൽ, അതായത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ, മെറ്റീരിയൽ ആവശ്യമാണ് അല്ലെ? ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നതിന് മെറ്റീരിയൽ കൂടിയേ തീരും. ദെൻ മെഷീനറി, യന്ത്രങ്ങള് അല്ലെ? പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഷീനറീസ് ആവശ്യമാണ്. മെഷീനറി എന്ന് പറയുന്നത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സഡ് അസറ്റ് ആണ്. കാരണം
ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി ഉണ്ടാകുന്ന നാള് തൊട്ട് അത് പ്രവർത്തനം നിർത്തുന്നത് വരെ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു അസറ്റ് ആണ് എന്ത് മെഷീനറി എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്തത് മെന്നാണ്. മെൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്, മനുഷ്യ വിഭവങ്ങൾ, അതായത് ആളുകൾ. ഓക്കെ, അപ്പോ 4 തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട്. അതിലൊന്ന് മണി, ദെൻ മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ് എന്ന് പറയുന്നത് അത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, മനുഷ്യ വിഭവങ്ങൾ. മണി ഉണ്ടെങ്കിലോ മെറ്റീരിയൽ ഉണ്ടെങ്കിലോ മെഷീനറി ഉണ്ടെങ്കിലോ മാത്രം ഒരു ഓർഗനൈസേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അവിടെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് അഥവാ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസ് എന്ന് പറയുന്നത് അത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. കാരണം എന്തുകൊണ്ടെന്നാല് ആളുകളില്ലാതെ നമുക്ക് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പിന്നെ പണം, അതായത് മണി ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകളുടെ ആവശ്യമാണ്, ആളുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യർ ആവശ്യമാണ്. ഓക്കെ, അപ്പോ പണം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വേണം. അതുപോലെ തന്നെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വേണം. പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വേണം, അല്ലെ? നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അല്ലെ? പല പല ഫാക്ടറികളൊക്കെ കാണാറുണ്ട്. വലിയ വലിയ ഫാക്ടറികള്, വലിയ വലിയ മെഷീനറി ഒക്കെ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ, ഓരോ പ്രൊഡക്ഷൻ നടത്തുന്നത് കാണാറുണ്ട് അല്ലെ? പക്ഷെ അതിന്റെ പിന്നിൽ മനുഷ്യരുണ്ടാവാറില്ലേ? അവരുടെ ഹെൽപ്പ് ഉണ്ടാവാറില്ലേ? കണ്ടിട്ടില്ലേ? മെഷീൻസ് മാത്രമാണോ ചെയ്യുന്നേ? അല്ല, അതിന്റെ പുറകില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാകും അത് ചെയ്ത്, അല്ലെ? ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ അവരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്ന് പറയുന്നത് അത് മനുഷ്യര് തന്നെയാണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ്. നമുക്ക് അടുത്തത് നോക്കാം. As a result, the managers have a prime responsibility not only for the behavior and performance of other people, but also of their own department. The greater the commitment of the members to organizational goals, the greater is the degree of effectiveness with which the organization works. അതായത് ഈ ഒരു സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് മാനേജറുടെ ഡ്യൂട്ടിയുടെ വരുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സസ് കൈകാര്യം ചെയ്യുന്നത് അവിടെയുള്ള മാനേജർമാരായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെയുള്ള മാനേജർമാർ എന്ത് ചെയ്യണം? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും, ഇപ്പൊ സൂപ്പർവൈസേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, മാനേജർമാര്, സൂപ്പർവൈസർമാര്, അവരുടെ കീഴിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന് അണ്ടറിലുള്ള കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം? എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ എന്താണ്, അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യേണ്ടത്? മാനേജർമാരാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇത് ചുരുക്കി പറയുവാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഹൃദയം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. അവര് കൃത്യമായിട്ട് ജോലികൾ പ്ലാൻ ചെയ്യുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, അതുപോലെ പുതിയ ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നു, ലക്ഷ്യങ്ങൾ നേടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടതാണ് കൂടുതലായിട്ട്, അല്ലെ? നമുക്കറിയാം എല്ലാ സ്ഥാപനങ്ങളും സ്മൂത്ത് ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്. സ്ഥാപനങ്ങൾക്കിടയിൽ തന്നെ ഇതിനുള്ളിൽ തന്നെ പല രീതിയിൽ എന്തുണ്ടാവാറുണ്ട്?
പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ പ്രശ്നങ്ങളെ സ്മൂത്ത് ആയിട്ട് അത് ആ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആ സ്ഥാപനത്തിന്റെ വളർച്ച അവിടെ മെച്ചപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്ഥാപനത്തിലെ ആളുകൾ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പെരുമാറ്റം നിയന്ത്രിക്കുക, പ്രകടനം മെച്ചപ്പെടുത്തുക, ഡിപ്പാർട്ട്മെന്റ് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക, പിന്നെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, ടീം വർക്ക് എന്താണെന്ന് ഉറപ്പാക്കുക, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ റെസ്പോൺസിബിലിറ്റി കൂടുന്ന സമയത്ത് അത് സ്ഥാപനത്തിന്റെ സക്സസിന് വഴിയൊരുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഈ പാരാഗ്രാഫിൽ പറയും. ക്ലിയർ ആണോ? യെസ്. നമുക്ക് ഒരു 2 പാരഗ്രാഫും കൂടി ഉണ്ട്, അതൊന്ന് നോക്കാം. Human resources or people at work are the major component of an organization. It is this human resource which is the most important in the success of any organization, because most of the problems in organizational settings are human and social rather than physical, technical, or economic. The individuals who are at workplace show not only similar behavioral patterns and characteristics to a certain degree, but they also show many differences behavior. Each individual who works has its own set of needs, drives, goals, and experience. Each human being is a product of his biological inheritance as well as a result of interactions with his environment. People come to the workplace with some specific motives like to earn money, to get employment, to have better prospect in future, to be treated as a human being while they are at the place of work. They sell their labor for reasonable wages, salary, and other benefits. These people provide the knowledge and much of the energy by which organizational objectives are fulfilled. The management must therefore be aware not only of the organizational but also employee and self needs. Okay. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, ഏതൊരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. അതായത് മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഏതൊരു സ്ഥാപനവും എന്ത് ചെയ്യുക, സക്സസ് ആയിട്ട് പോവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ റൺ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് അത് സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, സോഷ്യൽ അല്ല, മറിച്ച് ഫിസിക്കൽ അല്ല, ടെക്നിക്കൽ അല്ല, ഇക്കണോമിക് അല്ല. എന്താണ്? അതായത് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് മനുഷ്യർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ആകുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെയാണോ ഉണ്ടാവുന്നത്? ഒരുപോലെയാണോ? അല്ല, ഡിഫറെന്റ് ആണ് അല്ലേ? ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്വഭാവമാണ് ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് എംപ്ലോയീസിനെ അവിടെ നിർത്താനായിട്ട് സാധിക്കുക. ഓക്കെ, പിന്നെ അവിടെ വരുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ് ഉണ്ടാവുക അല്ലെ, ഓരോ ലക്ഷ്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ അവരുടെ എക്സ്പീരിയൻസ് വേറെയാണ്, ക്വാളിഫിക്കേഷൻ വേറെ ആയിരിക്കും അല്ലെ. പിന്നെ അവരുടെ ജന്മനാവുള്ള അവരുടെ സ്വഭാവം വേറെ ആയിരിക്കും അല്ലെ. അവരുടെ ചുറ്റുപാട്, അതായത് വളർന്നു വന്നിട്ടുള്ള സാഹചര്യവും അവര് മറ്റുള്ളവരോട് പെരുമാറുന്ന സാഹചര്യം, ഇതൊക്കെ എന്താണ്? വ്യത്യസ്തങ്ങളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്ത് വന്നാലും
ഓരോ വ്യക്തികളും ജോലിക്ക് വരുന്നത് ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ്. ആളുകൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ പോലെ ആയിരിക്കില്ല മറ്റു ടീച്ചേഴ്സ് ഉണ്ടാവുക, അല്ലെ? വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെ? രൂപത്തിൽ വ്യത്യാസം ഉണ്ടാകും, അല്ലെ? സംസാരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അല്ലെ? അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ എന്തുണ്ടാകും? വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓക്കെ, പക്ഷെ എല്ലാവരും വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ചില കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ജോലിക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങളായാലും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നു, വെറുതെ ആരെങ്കിലും ജോലിക്ക് പോവോ? എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിലല്ലേ ജോലിക്ക് പോവുള്ളൂ. എന്തൊക്കെയായിരിക്കും ഉദ്ദേശങ്ങള്? എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ജോലിക്ക് പോകുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. പീപ്പിൾ come to the workplace with some specific motives to earn money. പണം സമ്പാദിക്കാൻ, അല്ലെ? വെറുതെ ഫ്രീ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോവോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ? ഒരിക്കലുമില്ല, അല്ലെ? പൈസ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ജോലിക്ക് പോകുന്നത്, അല്ലെ? ആണോ? അങ്ങനെ തന്നെയല്ലേ? പൈസ കിട്ടണം, അല്ലെ? അപ്പൊ ടു ഏൺ മണി, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ജോലിക്ക് പോകും. ഓക്കെ, പിന്നെ ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, അതായത് നല്ല ജോലി കിട്ടാൻ, അല്ലെ? മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു നടക്കാൻ, എനിക്കൊരു ജോലി ഉണ്ട്, അല്ലെ? ഒരു ജോലി ഇല്ലാത്ത ആളും ജോലിയുള്ള ആളും തമ്മിൽ സമൂഹം കാണുന്നത് രണ്ട് രീതിയിലായിരിക്കും അവരെ, അല്ലെ? ജോലിയുള്ള ആളുകൾക്ക് കൂടുതൽ ബഹുമാനം, അല്ലെ? റെസ്പെക്ട്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾക്കത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. നമ്മളോട് ചോദിക്കും, അതായത് നമ്മൾ നിൽക്കും, നമുക്ക് ജോലിയില്ലാന്ന് വിചാരിക്കുക, നമ്മുടെ തൊട്ടടുത്ത് വേറൊരാൾ നിൽക്കുന്നു, അവർക്ക് ജോലിയുണ്ട്. അപ്പൊ രണ്ടുപേരോട് ചോദിക്കുകയാണ് എവിടെയാ ജോലിക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോ നമ്മുടെ അടുത്ത് പറയാൻ എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. അപ്പൊ മറ്റൊരാൾക്ക് ചോദിക്കും നിങ്ങൾക്ക് എവിടെയാന്ന് ചോദിക്കുമ്പോ എനിക്ക് ഇവിടെയാണ് ജോലി, ഇത്രയാണ് സാലറി എന്നൊക്കെ പറയുമ്പോ അവരുടെ കണ്ണൊക്കെ വിളിക്കുന്നത് കാണാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ എന്താ പറയാ, ആ ജോലി, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനെങ്കിലും ഒരു ജോലി ഉണ്ടെന്ന് പറയണം, അല്ലെ? അങ്ങനെ പറയുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലെ? അപ്പൊ എന്താ പറയാ, ജോലി, ഒരു എംപ്ലോയ്മെന്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടു ഹാവ് ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ ഫ്യൂച്ചർ, നല്ലൊരു ഭാവി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ഭാവിയിൽ നല്ലൊരു വീട് വെക്കാൻ, അല്ലെങ്കിൽ ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ വിദേശ യാത്രകൾ പോവാൻ, അല്ലെ? ഇതിനൊക്കെ നമുക്ക് പണം വേണം. അപ്പൊ നല്ലൊരു ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വരുക്കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് ജോലി ആവശ്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടു ബി ട്രീറ്റഡ് ആസ് ഹ്യൂമൻ ബീയിങ്, ദേ ആർ അറ്റ് ദ പ്ലേസ് ഓഫ് വർക്ക്, അതുപോലെ തന്നെ നമ്മളെ ഒരു മനുഷ്യജീവിയായിട്ട് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? നമ്മളൊരു വെൽബീയിങ്, ഹ്യൂമൻ ബീയിങ് ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ആവശ്യമാണ്? ജോലി ആവശ്യമാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നേ? They sell their labor for reasonable wages, salary and other benefits. അതായത് ഒരു തൊഴിലാളി അവന്റെ ജോലി വിറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവൻ വേജസ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സ് ഏൺ ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ പാടത്ത് പണിയെടുക്കുന്ന ഒരു കർഷകൻ അവൻ വിയർപ്പൊഴുക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പണം സമ്പാദിക്കുന്നത്, അല്ലെ? ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് അവന്റെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവൻ അവിടെ മണി ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ എന്താണ്, നമ്മള് നമ്മുടെ ലേബർ വിൽക്കുന്നു, അതിന് പകരം നമ്മൾ മണി അല്ലെങ്കിൽ മറ്റു ബെനിഫിറ്റ്സ് നമ്മൾ ഏൺ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നിങ്ങളുടെ റിസൾട്ട് വന്നോ? റിസൾട്ട് നോക്കുകയാണോ പഠിപ്പിക്കുന്നതിന് ഇടയിൽ പോയിട്ട്? എങ്ങനെയുണ്ട്? മാർക്ക് എങ്ങനെയുണ്ട് നോക്കിയോ? ഞാൻ പറഞ്ഞ കാര്യം ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പൊ ആരും? നോക്കിയിട്ടില്ല? നോട്ടിഫിക്കേഷൻ ഓക്കെ, അപ്പൊ റിസൾട്ട് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞതാണ്
ലേബർ സെല് ചെയ്യുന്നത് റീസണബിൾ ആയിട്ടുള്ള വേജസിനോ അല്ലെങ്കിൽ മറ്റു ബെനിഫിറ്റ്സിനോ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ തൊഴിലാളികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് അവരുടെ അറിവുകള്, അവരുടെ എനർജി ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നിർവഹിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവര് അവരുടെ എനർജി ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ എഫേർട്ട് ഉപയോഗിക്കുന്നുണ്ട്, നോളജ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ സ്ഥാപനത്തിന് വിജയം ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? എംപ്ലോയീസിന്റെ നീഡ്സ് അറിയുന്നതിനും അവരുടെ ചില കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യണം? കൂടെ നിൽക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് ഒന്ന് നോക്കാം. It is a very important and challenging job in managing people because of the dynamic nature of the people. Not two people are alike. People cannot operate it like a machine or shifted and altered like a template in a room layout. They therefore need tactful handling by management personnel. Manpower management is a most pivotal job because managing people is the heart and the essence of being a manager. It is concerned with any activity that relates to human elements or relation in organization. Unless the human element is taken into consideration, a business can succeed. അതായത് ഈ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ ആളുകളും ഒരുപോലെയല്ല. ആളുകളെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. നമുക്കറിയാം ഒരേപോലെയുള്ള ഇരട്ടകൾ പോലും ഇല്ലെന്നാ പറയുന്നത്. ശരിയാണോ? ട്വിൻസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഒരേപോലെയാണോ ഇരിക്കുന്നത്? എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്? ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ ആളുകളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു മെഷീൻ പോലെ ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റൂമിലെ ടെംപ്ലേറ്റ് ലേഔട്ട് പോലെ മാറ്റാനോ ഒന്നും സാധിക്കില്ല. മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മാനേജറിന്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യുക. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയുമാണ് കേട്ടോ ഇതിനകത്ത് പറയുന്നേ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബോറടിക്കുന്നില്ലല്ലോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. ഇത് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കുറച്ച് ബോറടി തോന്നുന്നത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിക്കോളൂ കേട്ടോ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാൻ രണ്ടാമത്തെ പേജ് റീഡ് ചെയ്തോളൂ. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നാളെ നിങ്ങൾക്ക് ആദ്യ മിസ് ആയിരിക്കും കേട്ടോ വരുന്നേ എന്റെ അവറില്. നാളെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് കയറിയത്. ആ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞുതരാം.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം. There are 3 stance points. ഇതിനകത്ത് 3 പോയിന്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, 2 പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, 3 സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം, സോഷ്യൽ സിഗ്നിഫിക്കൻസ്. Proper management of personnel increase their dignity by satisfying their social needs. അതായത് ശരിയായ രീതിയിൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്താൽ അവരുടെ സോഷ്യൽ നീഡ്സ് നിറവേറും, മാന്യത, ബഹുമാനം എന്നിവ അവർക്ക് ലഭിക്കും. ഓക്കെ, അതായത് എംപ്ലോയീസിനെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, നല്ല രീതിയിലാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങൾ, സോഷ്യൽ നീഡ്സ് അതിലൂടെ നിറവേറ്റപ്പെടുകയും അവർക്ക് ഡിഗ്നിറ്റി, അതുപോലെ തന്നെ റെസ്പെക്ട് എന്നിവ ലഭിക്കുന്നതുമാണ്. ദാറ്റ് ഈസ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. ഇനി രണ്ടാമത്തേതാണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. By facilitating healthy working environment, it promotes teamwork in the employees. അതായത് നല്ല വർക്കിംഗ് എൻവയൺമെന്റ് ഉണ്ടാക്കാനായിട്ട് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ് സഹായിക്കുന്നത്. ഓക്കെ, ജീവനക്കാരിൽ അതായത് എംപ്ലോയീസിൽ ഇത് ടീം വർക്ക് വളരാനായിട്ട് സഹായിക്കുന്നു. ഇപ്പൊ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെൽത്തി വർക്കിംഗ് എൻവയൺമെന്റ്. നമുക്കറിയാം ഏതൊരു എംപ്ലോയീസിനായാലും അവര് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് ആവശ്യമാണ്, അല്ലെ? വർക്കിംഗ് എൻവയൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു തൊഴിലാളിക്കും ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഈ വർക്കിംഗ് എൻവയൺമെന്റ് എന്ന് പറയുന്നത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാ? എംപ്ലോയീസിനിടയിൽ ടീം വർക്ക് ഉണ്ടാക്കാനായിട്ട്, ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then മൂന്നാമത്തേതാണ് significance for individual enterprise. It can help the organization in fulfilling its goals by creating right attitude among the employees through effective motivation. അതായത് ജീവനക്കാരിൽ, അതായത് എംപ്ലോയീസിൽ ശരിയായ മനോഭാവം ഉണ്ടാക്കുന്നത് വഴി അവർക്ക് മോട്ടിവേഷൻ നൽകുന്നു, അവരെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മള് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനിടയിൽ ശരിയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, അവരില് മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ, അതുപോലെ തന്നെ അവർക്ക് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇനി താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ കമ്പയർ ചെയ്യുന്നതാണ് 2 കാര്യങ്ങൾ തമ്മില്. ഒന്ന് പേഴ്സണൽ മാനേജ്മെന്റും മറ്റൊന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. ഓക്കെ, അപ്പൊ PM എന്നും HRM എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണത്. ഒന്ന് ഓൾഡ് കൺസെപ്റ്റ് ആണ്, മറ്റൊന്ന് ന്യൂ കൺസെപ്റ്റ് ആണ്. അപ്പൊ രണ്ടും 2 രീതിയിലാണ് കേട്ടോ വരിക. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാം. അതിനകത്ത് ആദ്യം എന്ന് പറയുന്നത് PM അഥവാ പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. അതെന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അതായത് താഴ്ന്ന നിലയിലുള്ള ജീവനക്കാർക്കാണ് പേഴ്സണൽ മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി HRM നോക്കാം നമുക്ക്. കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്, അതായത് ഒരു സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് HRM ചെയ്യുന്നത്. ഇനി PM നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. PM ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് ആരൊക്കെ മുഖേനയാണ്? മാനേജ്മെന്റും ട്രേഡ് യൂണിയനുകളും. ഓക്കെ, എന്നാൽ HRM ആണെങ്കിലോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്.
അതായത് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം. HRM-ൽ നമുക്ക് എന്ത് കാര്യവും എന്ത് ചെയ്യാം, എംപ്ലോയറോട് പറയാം. പക്ഷെ PM-ന് വരുമ്പോൾ ട്രേഡ് യൂണിയനുകൾ വഴിയാണ് എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. അതായത് മീഡിയേറ്റർ ആയിട്ടാണ് ട്രേഡ് യൂണിയൻ നിൽക്കുന്നത്. എംപ്ലോയീസിന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയനിൽ അറിയിക്കും, ട്രേഡ് യൂണിയനിലെ ആൾക്കാര് മാനേജ്മെന്റിനെ അറിയിക്കും. പക്ഷെ HRM-ൽ അങ്ങനെയല്ല. എന്തിപ്പോ എനിക്കൊരു പ്രശ്നം വന്നു, ആ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ട്രേഡ് യൂണിയനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. HRM ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഓണറോട് സംസാരിക്കാം. ഓക്കെ, അതാണ് വ്യത്യാസം കേട്ടോ. then അടുത്തത് PM-ൽ വരുന്നത് മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ് ആണ്. അതായത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള അല്ലെങ്കിൽ ലോവർ ലെവൽ സ്റ്റാഫിന്റെ മാനേജ്മെന്റ് ആണ് PM-ലുള്ളത്. HRM-ൽ വരുമ്പോൾ മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ സ്റ്റാഫ്, ഒരു സ്ഥാപനത്തിലെ എല്ലാത്തരം ആളുകളും HRM-ൽ വരുന്നതാണ്. ഓക്കെ, PM എന്ന് പറയുമ്പോൾ അതൊരു ഓൾഡ് കൺസെപ്റ്റ് ആണ്. HRM എന്ന് പറയുമ്പോൾ അതൊരു ലേറ്റസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് എന്ത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് രണ്ട് മൂന്ന് പേരുടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തേത് പേഴ്സണൽ മാനേജ്മെന്റ് എന്താണെന്നാണ് കേട്ടോ പറയുന്നത്. Personal management is that stage of management which carries out the effective control and use of manpower as distinguished from other source of power. അതായത് മനുഷ്യ വിഭവത്തെ ശരിയായി നിയന്ത്രിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ ശരിയായി നിയന്ത്രിക്കുക, അതിനെ ശരിയായി കൈകാര്യം ചെയ്യുക. ദാറ്റ് ഈസ് പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, രണ്ടാമത്തത് എഡ്വാർഡ് ഫ്ലിപ്പ് എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് to the end that individual, organizational and societal objectives are fulfilled. അതായത് എഡ്വാർഡ് ഫ്ലിപ്പിന്റെ ഡെഫിനിഷൻ പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിംഗ്, ഡയറക്ടിങ് എന്നിവ ഉപയോഗിച്ച് ജീവനക്കാരെ നിയമിക്കുക, വികസിപ്പിക്കുക, അവർക്ക് ശമ്പളം നൽകുക, പരിപാലിക്കുക. ഓക്കെ, അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എഡ്വാർഡ് ഫ്ലിപ്പിന്റെ അഭിപ്രായത്തിൽ എന്താണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്ടിങ് എന്നിവ ഉപയോഗിച്ചിട്ട് വേണം ഓരോ എംപ്ലോയീസിനെയും നിയമിക്കുന്നതും അവരെ ഡെവലപ്പ് ചെയ്യുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്നതും അവരെ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും. ഓക്കെ, ക്ലിയർ ആണോ? എഡ്വിൻ ഫ്ലിപ്പർ നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ കിടക്കുന്നത്? എഡ്വിൻ ഫ്ലിപ്പോ? ആ ഓക്കെ, അത് മതി കേട്ടോ, അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് കറക്റ്റ് ഉണ്ട്, ഫിറ്റ് ഉണ്ട് കേട്ടോ. ഇത് പഴയ PDF ആണ്, അതൊന്ന് നോക്കിയാൽ മതിയേ. പിന്നെ മൂന്നാമത്തെ ഡെഫിനിഷൻ നോക്കിയാൽ നിങ്ങൾ സ്റ്റീഫൻ ആൻഡൺ എന്നാണോ കിടക്കുന്നത്? സ്റ്റീഫൻ ആൻഡൺ എന്നാണോ? ഒന്ന് നോക്കിയേ മൂന്നാമത്തേത്. യെസ്, സ്റ്റീഫൻ ഡൺ. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
റിസൾട്ട് നോക്കിയോ? റിസൾട്ട് നോക്കിയോ? എങ്ങനെയുണ്ട്? മാർക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എത്രയുണ്ട്? ഷെയർ ചെയ്യാമോ? റിസൾട്ട് വന്നു. പറയണോ? പറഞ്ഞോളൂ. അതിനെന്താ? 88. അത്രയില്ലേ? വെരി ഗുഡ്. താങ്ക് യു. എനിക്ക് 93 ഉണ്ട് മാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഒട്ടും പഠിക്കാത്ത ആളായിരുന്നു. ഇവരുടെ സിജിയുടെ ഒക്കെ ഇടയിൽ ഒരു റിവിഷൻ നടത്തുമ്പോ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടാറില്ല. പക്ഷെ ഞാൻ ലാസ്റ്റ് ടൈമില് ഞാന് സിജ ആതിര ഗ്രൂപ്പിൽ അങ്ങനെ റിവിഷൻ ഗൂഗിൾ മീറ്റ് ഇട്ടിട്ട് നടത്തലുണ്ടായിരുന്നു. സിജ പ്രിൻസിനും ഉണ്ടല്ലോ 92. അവനും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പ്രിൻസിന് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ലായിരുന്നു. ഒരു മെയിൽ നേഴ്സാണ്. അതെ, അവനൊരു മെയിൽ നേഴ്സാണ് സൗദിയില്. അതെ അല്ലെ? ഞാന് അതിനെ എന്റെ ശബ്ദം കേട്ടിട്ടില്ല ഇതുവരെ. ക്ലാസ്സിൽ ഉണ്ടോന്നറിയില്ല ഞാൻ കേറുമ്പോ. മിക്കവാറും കുറവാ. നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ ഈ സമയത്ത് ഉറക്കായിരിക്കും. ഓക്കെ. എനിക്ക് ലാസ്റ്റ് ആ മോക്ക് ടെസ്റ്റിൽ ഇരുത്താണ് കേട്ടോ. ഞാൻ രാത്രി 2 മണി വരെ ഇരുന്നു ഉച്ചക്ക് ഇരുന്നിട്ട്. കരക്ക് നല്ല പേടി വന്നു ലാസ്റ്റ് ആയപ്പോഴേ. ഒന്നുകൂടെ മൊഡ്യൂൾ ഫസ്റ്റ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ആണ് എനിക്ക് പേടി ഉണ്ടായിരുന്നത്. മറ്റുള്ളവര് മാർക്ക് ഷെയർ ചെയ്തില്ലല്ലോ. എത്രയുണ്ട് മാർക്ക്? മിസ് 73. 72. 73. 73 ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. Miss 86. 86. 91 ഉണ്ട് രമ്യക്ക്. ഓക്കെ, വെരി ഗുഡ്. പ്രതീക്ഷിച്ച മാർക്ക് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്? പ്രതീക്ഷിച്ചതിൽ കൂടുതല്. പ്രതീക്ഷിച്ചതിലും കൂടുതലുണ്ടല്ലേ? കാരണം വെച്ചാൽ കുറച്ചൊക്കെ ഇങ്ങനെ നമ്മള് ഓർമ്മയോട് കൂടിയുള്ളത് എഴുതലാണ്. ചിലതൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, എന്നാലും അതൊക്കെ തെറ്റും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഒരു 20 എണ്ണം, ഒരു മാക്സിമം ഒരു 20 എണ്ണം തെറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ വീണ്ടും നോക്കിയപ്പോഴ് പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ട് അത്രയും പോവില്ല. എന്നാലും കുഴപ്പമില്ല. എന്നാലും അത്രയും 93 ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. നല്ല Thank you, മാർക്ക്. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 3യും മൊഡ്യൂൾ 4ഉം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആദ്യത്തെ മൊഡ്യൂളുകളെ അപേക്ഷിച്ച്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ചാപ്റ്റർ എടുത്തു തുടങ്ങിയപ്പോ. അപ്പൊ അതിനനുസരിച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ നാളെയല്ല, ഇനി നമ്മൾ തിങ്കളാഴ്ച കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you, Miss. നാളെ വെള്ളിയാഴ്ച. മാഡം ഉണ്ടാവൂല. നാളെ ആതിര മിസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.